ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് മരിച്ച ആളുകളുടെ അവസ്ഥയെക്കുറിച്ചായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന ചില ന്യായങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലച്ചോറാണ് നമ്മുടെ ബുദ്ധിയുടെ പ്രഭാവ കേന്ദ്രം. കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതും എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എല്ലാം തലച്ചോറിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ തലച്ചോറ് ഡെഡായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മരിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ മരിച്ച ആളുകൾ പിന്നെ ഇല്ലല്ലോ, പിന്നെ അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ല എന്നുള്ള വിവരങ്ങളാണ് നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നലെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഭൂമിയിൽ ഇപ്പോൾ നമുക്കുള്ള ജീവിതം മാത്രമാണ് ജീവിതമായിട്ടുള്ളൂ എങ്കിൽ ആ ജീവിതം അടിപൊളിയായിട്ട് ജീവിച്ചു തീർക്കണ്ടേ? 70 അല്ലെങ്കിൽ 80 വർഷമുള്ള ആയുസുള്ളൂ. അപ്പം ലഭിക്കാവുന്ന എല്ലാ ആസ്വാദനങ്ങളും നമ്മൾ വിലക്കാതെ അതെല്ലാം ആസ്വദിച്ച് അടിപൊളിയാക്കി ജീവിതം തീർക്കുക എന്നുള്ളതാണ്. ആരെയും പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിലാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ നല്ലവനായിട്ട് ജീവിച്ചുകൊണ്ട് എന്ത് ഗുണം? ഉള്ള ജീവിതം അടിപൊളിയായിട്ട് തീർക്കേണ്ടത് അതല്ല ബുദ്ധിപരമായ തീരുമാനം എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചത്. അതിൻ്റെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ അടിപൊളി ലൈഫ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് തന്നെ ദോഷം ചെയ്യുന്ന സംഗതിയാണ്. മയക്കുമരുന്നുകൾ, അതുപോലെ വ്യഭിചാരം, ഇതുപോലെ അവന് മനസ്സിൽ തോന്നുന്നതെല്ലാം ചെയ്ത് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആയുസ് സ്വാഭാവികമായിട്ടുള്ളതിനേക്കാൾ കുറയും, അല്ലേ? മയക്കുമരുന്നിൻ്റെ സ്ഥിരമായിട്ട് ഉപയോഗവും അതുപോലെ തന്നെ ലൈംഗിക ധാർമ്മികതയിലൂടെയൊക്കെ രോഗം ബാധിച്ച് മാനസികമായിട്ട് തകർന്ന് അതെന്ത് സന്തോഷമുണ്ട് അതിനകത്ത്? ഇല്ല. അപ്പോൾ ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കുന്നത് പ്രയോജനപ്രദമാണ്. ഒന്ന്. രണ്ടാമത്തെ കാരണം, നമ്മളിങ്ങനെയുള്ള നല്ലവരായിട്ട് ജീവിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. കാരണം നമ്മെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ടല്ലോ. അപ്പോൾ ആ സൃഷ്ടാവ് നമ്മൾ നല്ലവനായിട്ട് ജീവിക്കുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ നന്മ ചെയ്യുന്നത് നല്ലവനായിട്ട് ജീവിക്കുന്നതുകൊണ്ട് അതിനൊരു പ്രതിഫലം വേണ്ടേ? വേണമല്ലോ. അപ്പോൾ അത് ആര് തരും? നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് തരും. എന്നാൽ നമ്മൾ മരിക്കുമ്പോൾ ഒന്നുമില്ലായ്മയിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലം പിന്നെ എപ്പോൾ കിട്ടും? ആര് തരും? തരുന്നത് ദൈവം തന്നെയാണ്. എങ്ങനെയുള്ള പ്രതിഫലം? അതാണ് നമ്മൾ ചിന്തിക്കുന്ന സംഗതി. അപ്പോൾ നന്മയ്ക്കൊരു പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എപ്പോൾ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വശം. ഇപ്പം ഞാൻ പറയട്ടെ, ഈ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ പോയി ജീവിക്കാൻ സാധിക്കുമോ? ആളുടെ ചിന്ത അനുസരിച്ച് അവർ സ്വർഗത്തിൽ പോകുന്നു അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ പോകുന്നൊക്കെ പറയാം. പക്ഷേ അതേതായാലും ഭൂമിയിലുള്ള സ്ഥലമല്ലല്ലോ. എന്നാൽ നമ്മൾ അല്പം ലോജിക്കായിട്ട് ചിന്തിക്കുകയാണല്ലേ. മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളത് എവിടെയാണ്? ഭൂമിയിലല്ലേ. വായു, വെള്ളം, അതുപോലെ നമ്മുടെ ജീവിതം നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത് നിലവിലത്തെ കണ്ടുപിടുത്തം അനുസരിച്ച് ഭൂമി മാത്രമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രതിഫലം ഭൂമിയിൽ തന്നെ തന്നിട്ടില്ലേ പ്രയോജനമുള്ളൂ. അപ്പം മരിച്ചുകൂടി നമ്മൾ തീരുവാണെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ പ്രതിഫലം നമുക്ക് പിന്നെ എപ്പോൾ കിട്ടും? അങ്ങനെ കിട്ടണമെങ്കിൽ ദൈവം നമ്മളെ റീക്രിയേറ്റ് ചെയ്യണം, അല്ലേ? രണ്ടാമത് സൃഷ്ടിക്കണം. അത് ദൈവത്തെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയൊന്നും ആയിരിക്കില്ല, ആണോ? നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ഡീറ്റെയിൽ ഓർത്തിരുന്ന് നമ്മൾ ആരാണ് എന്താണെന്നുള്ള കൃത്യമായിട്ടും ദൈവത്തിന് അറിയാം. അപ്പം നമ്മളെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ദൈവത്തെ സംബന്ധിച്ച് വളരെ നിസ്സാരമായ സംഗതിയാണ്. ആ വിധത്തിൽ ചിന്തിച്ചുകൂടെ നമുക്ക്? ദൈവം ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മളെ റീക്രിയേറ്റ് ചെയ്ത് നമ്മളെ വീണ്ടും ഈ ഭൂമിയിൽ നമുക്ക് പ്രതിഫലം തരുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ലേ? അങ്ങനെയും ചിന്തിക്കാം വേണം, അല്ലേ? അതല്ല കുറച്ചുകൂടെ ലോജിക്കായിട്ടുള്ള സംഗതി. അല്ലാതെ നമ്മൾ ഇവിടുന്ന് വിട്ടുപോയി ആത്മാവ് വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ പോയി അങ്ങനെ സുഖം അനുഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു ലോജിക്കില്ല. അതിനേക്കാൾ കുറെ കൂടെ നമുക്ക് വിശ്വാസയോഗ്യമായിരിക്കുന്നത് ഇപ്പോഴത്തെ സംഗതി. കാരണം ഈ നിസ്സാരനായ മനുഷ്യന് പോലും മനുഷ്യന്റെ ഒരു കോശത്തിൽ നിന്ന് അതുപോലെ തന്നെ ഒരാളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതാണ് ഡോളി എന്ന് പറയുന്ന ഒരു ആടിനെ ഉണ്ടാക്കിയത് പണ്ട്, അല്ലേ? ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കി എന്നാ ഒരു കോശം വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അത് സാധ്യമാണെന്ന് ഇപ്പോഴത്തെ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ കേവലം മനുഷ്യന് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ മഹാനായ സൃഷ്ടാവിന് നമ്മെ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രയാസമായിരിക്കുമോ? ഇല്ല. നമ്മൾ മരിച്ചിട്ട് എത്ര വർഷമായി കഴിഞ്ഞാലും അത് എളുപ്പമാണ് ദൈവത്തെ സംബന്ധിച്ച്, അല്ലേ? അപ്പോൾ അതായിരിക്കും നമുക്ക് വിശ്വസിക്കാൻ കുറേ കൂടെ എളുപ്പമായി തന്നെ. അപ്പോൾ ഏതാണ്ട് നന്മ ചെയ്യുന്നതിനൊരു പ്രതിഫലം ഉണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. എല്ലാ മതങ്ങളും അത് തന്നെ പറയുന്നുണ്ട്, അല്ലേ? നന്മ ചെയ്യുക എന്ന് അവർ പറയുന്നത് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കാൻ നോക്കണം. അപ്പോൾ അത് കുറേ കൂടെ ലോജിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില വിശദാംശങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.